ദീർഘദൂര യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളായിരുന്നു കളിത്തട്ടുകൾ. ഈ കളത്തട്ടുകൾ അല്ലെങ്കിൽ കളിത്തട്ടുകളോട് ചേർന്ന് ഒരു കിണർ ഉണ്ടാകാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന ഭാരം ഇറക്കി വയ്ക്കാനുള്ള ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ അല്ലെങ്കിൽ മോരും വെള്ളമൊക്കെ കലക്കി വെച്ചിരുന്ന കൽത്തൊട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ തലവൂർ പഞ്ചായത്തിലെ കുര എന്ന സ്ഥലത്തുള്ള ഒരു കളിത്തട്ടുണ്ട്. ആ റോഡിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഈ കളിത്തട്ട് കാണാം. ആ കളിത്തട്ടിൻ്റെ അടുത്ത് ഈ കളിത്തട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ആദ്യം പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കളിത്തട്ട് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഈ കളിത്തട്ട് നശിച്ചു പോകും, പൊളിച്ചു മാറ്റും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ നാട്ടുകാർ ചേർന്ന് അവിടെ നിന്നും പറിച്ചു മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്നും എടുത്തു മാറ്റി ഈ സ്ഥലത്തേക്ക് സ്ഥാപിച്ചതാണ് നമ്മൾ ഈ കാണുന്ന കളിത്തട്ട്. മേൽക്കൂരിയിലെ കഴുക്കോലുകളുടെ വിന്യാസവും അത് ഉറപ്പിച്ചിരിക്കുന്ന മകുടവും തച്ചുശാസ്ത്ര വൈദഗ്ധ്യമാണ് കാട്ടിത്തരുന്നത്. ആദ്യകാലങ്ങളിൽ ഓൽ മേഞ്ഞിരുന്നു, പിന്നീട് ഓടിലേക്ക് മാറി. 4 കനത്ത മരത്തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ മേൽക്കൂരയാണ് കളിത്തട്ടിന് ചന്തം ചാർത്തുന്നത്. തട്ടടിച്ചുയർത്തി പലകകൾ നിരയൊപ്പിച്ച് തറച്ചിരിക്കുന്നത് കൊണ്ട് വഴിയാത്രക്കാർക്ക് ആരോഗ്യകരമായി ഇരിക്കാനും ആവശ്യമെങ്കിൽ കിടന്ന് ക്ഷീണമകറ്റാനും കഴിയും. ഒരു വശത്ത് നാട്ടുപാതയാണ്, മറുവശത്ത് വയലേലകൾ നിർലോഭം നൽകുന്ന കുളിർക്കാറ്റ്. അതാണ് ഇവിടുത്തെ എയർ കണ്ടീഷനിങ് സിസ്റ്റം. വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനാണ് കളിത്തട്ടുകളെങ്കിലും നാട്ടിലെ ചർച്ചകൾ, ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ, പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള ഇടം, ഇതൊക്കെയായി യാത്രികർക്ക് അക്ഷരാർത്ഥത്തിൽ താങ്ങും തണലുമേകുന്ന ഇടങ്ങളാകുന്നു കളിത്തട്ടുകൾ. സ്വേച്ഛാധിപതികളായിരുന്നു രാജാക്കന്മാർ, എങ്കിലും പ്രജകളുടെ ക്ഷേമത്തിന് പരിഗണന കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള കളിത്തട്ടുകൾ.